ഹരി ഓം. ശ്രീമദ് ദേവി നാരായണീയം. ദശകം 1 ശ്ലോകം 9. യസ്തേ പുമാനഭിദധാതി മഹത്വ ഉച്ചൈർ യോ നാമ ഗായതി ശൃണോതി ച തേ വിലജ്ജ യജ്ജാതനോതി ഭൃശമാത്മനിവേദനം തേ സസ്വാന്യഖാനി വിധുനോതി യഥാതമൂർക്ക. ശ്രീ മഹാദേവ്യൈ നമഃ. അന്വർത്ഥവും യഹ് പുമാൻ, ഏതൊരു മനുഷ്യൻ, ഏതൊരുവൻ, തേ മഹത്വം, അവിടുത്തെ മഹാത്മ്യത്തെ, ഉച്ചൈഹി അഭിദധാതി, ഉച്ചത്തിൽ വർണ്ണിക്കുന്നുവോ, യാ വിലജ്ജഃ, ഏതൊരുവൻ ലജ്ജ വിട്ട്, തേ നാമ, അവിടുത്തെ നാമം, ശൃണോതി ഗായതി ച, കേൾക്കുകയും പാടുകയും ചെയ്യുന്നുവോ, യജഭൃശം, ഏതൊരുവൻ അങ്ങേയറ്റം, തേ ആത്മനിവേദനം ആദനോതി, അവിടുത്തെ മുൻപാകെ സ്വയം സമർപ്പിക്കുന്നുവോ, സഹ, അവൻ, അതായത് ഭക്തി സാധനങ്ങളെല്ലാം അനുഷ്ഠിക്കുന്ന ആ ഭക്തൻ, കർക്കഹ തമ യഥാ, സൂര്യൻ ഇരുട്ടിനെ എന്നതുപോലെ, സ്വാനി അഖാനി, സ്വന്തം പാവങ്ങളെ, വിധുനോതി, നശിപ്പിക്കുന്നു. ദേവി കൃപാവതിയാണെന്നും പക്ഷഭേദമില്ലാത്തവളാണെന്നും മുൻപ് പറഞ്ഞു. ദേവിയെ പ്രസാദിപ്പിക്കാനും അതുവഴി സ്വന്തം പാപങ്ങളെ നശിപ്പിക്കാനുമുള്ള ഉപായം ഈ ശ്ലോകത്തിൽ പറയുന്നു. ദേവിയുടെ മാഹാത്മ്യം ആവർത്തിച്ചു പറയുക, അവിടുത്തെ തിരുനാമം കേൾക്കുക, നാമം കീർത്തിക്കുക, ദേവിയുടെ മുൻപാകെ സ്വയം സമർപ്പിക്കുക മുതലായവയാണ് അതിൽ പ്രധാനപ്പെട്ട ഭക്തി സാധനകൾ. ഇത്തരം സാധനകൾ ആരാണോ അനുഷ്ഠിക്കുന്നത് അവൻ സ്വന്തം പാപങ്ങളെ എല്ലാം തന്നെ നശിപ്പിക്കുന്നു. എങ്ങനെയെന്നാൽ സൂര്യൻ ഉദിച്ചാൽ ഇരുട്ടെല്ലാം താനേ പോയി മാറും. ഇതുപോലെ ദേവീ ഭക്തി കൊണ്ട് ഭക്തന്റെ പാപങ്ങളെല്ലാം സ്വയം തന്നെ നശിക്കും. ഈ കലിയുഗത്തില് ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്നിങ്ങനെ 9 തരം ഭക്തി സാധനകളെക്കുറിച്ച് ശ്രീമദ് ദേവി ഭാഗവതം പറയുന്നുണ്ട്. ഭക്തി സാധനകളിൽ വെച്ച് ഒടുവിലത്തേതാണ് ആത്മനിവേദനം. സ്വന്തം ഇഷ്ടദേവതയ്ക്ക് മുൻപിൽ സ്വയം സമർപ്പിക്കുക എന്നാണ് അതിനർത്ഥം. ഇത് ചെയ്താൽ ആ ഭക്തനെ രക്ഷിക്കുക എന്നത് ആ ഇഷ്ടദേവതയുടെ ആവശ്യ കർത്തവ്യമായി മാറും. അങ്ങനെ ഭക്തൻ സുരക്ഷിതനായി തീരും. ആ ദേവിയുടെ മുൻപാകെ സർവം സമർപ്പിക്കുന്നവന് പിന്നെ വേറെ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല. അപ്പോൾ ആ ദേവി അവരെ സർവ ദോഷ ദുരിതങ്ങളിൽ നിന്നും രക്ഷിക്കും. സർവം സമർപ്പയാമി. ശ്രീ മഹാദേവി നമഃ.